ادع إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بالمهتدين. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത ആരിഫിന്റെ വീഡിയോക്ക് റിയാക്ട് ചെയ്ത അതേപോലെ തന്നെ അടുത്തൊരു പാർട്ടായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്, രണ്ടാമത്തെ പാർട്ട്. അപ്പോൾ ആരിഫ് പറയുന്ന ചില കാര്യങ്ങൾക്ക് നമ്മൾ അന്ന് മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇതിനു മുമ്പ് ഉള്ള പാർട്ട് കേൾക്കാത്ത ആളുകൾ ആ പാർട്ട് ഒന്ന് കേട്ട് കഴിഞ്ഞാൽ കാര്യം ഒന്നുകൂടി വ്യക്തമാവും. അതേപോലെ തന്നെ നമ്മൾ സംസാരിച്ച മുഴുവൻ റെക്കോർഡും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിന് ശേഷം വേറൊരു പാർട്ടും ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വേറെ പാർട്ടുകളൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ പാർട്ടിൽ നമുക്ക് കേൾക്കാനുള്ള വീഡിയോ ഒന്ന് കേട്ടിട്ട് അതിനുള്ള മറുപടിയിലേക്ക് കിടക്കാം. അപ്പോൾ എന്താണ് ഇയാൾ പറയുന്നത് എന്ന് കേൾക്കാം. ഇതാണ് അതിന്റെ ഈ ആയത്ത് തന്നെയാണ് പണ്ഡിതന്മാര് ഇപ്പൊ ഒരാൾ ഇത് കഴിഞ്ഞിട്ട് ഒരു വാക്യം പറയുന്നില്ലേ, ആരെങ്കിലും ഒരു ജീവൻ രക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശേഷമുള്ളത് പോലെ അതിന് മുന്നേ നിങ്ങൾ ആദ്യം എന്നിട്ട് ശേഷം എന്ത് സന്ദർഭത്തിലാണ് ആ ആയത്ത് പറഞ്ഞിരിക്കുന്നത് ആദ്യം പഠിക്കാൻ. ആ ആയത്ത് പറഞ്ഞിരിക്കുന്നത് അവിടെ അത് മറ്റൊരു, അതായത് തോറയിൽ പറഞ്ഞിരിക്കുന്ന ഒരു സംഗതിയെ കുറിച്ച് സംസാരിക്കുകയാണ് അവിടെ. ഓക്കെ, ഇസ്രായേൽ സന്തതികൾക്ക് അത് എന്തിന്റെ സന്ദർഭത്തിലാണ് പറഞ്ഞു കൊടുക്കുന്നത്? ഇസ്രായേൽ സന്തതികളോട് പറഞ്ഞു കൊടുത്ത അത് ഏത് സന്ദർഭത്തിലുള്ള ഉപദേശമാണ്? അത് എല്ലാ മനുഷ്യർക്കും ഉപദേശമാണ്. കേൾക്കൂ, ഞാൻ പറഞ്ഞുതരാം. ഷമീർ അത് അറിയാത്തതുകൊണ്ടാണ്. അതെങ്ങനെ എനിക്കറിയാത്തത്? എല്ലാ മനുഷ്യർക്കുള്ള ഒരു ഉപദേശം തന്നെയാണ്. ഷമീർ കേൾക്കൂ. ഷമീറോട് ഞാൻ ആദ്യം ചോദിച്ചു സന്ദർഭം അറിയുന്നു. ഷമീർ അറിയില്ലാന്ന് പറഞ്ഞു. ഞാനിപ്പോ സന്ദർഭം പറഞ്ഞുതരാം. ഷമീർ അത് കേൾക്കാം. അതിന് സബബില്ല, നിങ്ങൾ കേൾക്കുക. ഓക്കെ, അതായത് അവിടെ ഒരാളെ കൊല്ലുന്നതിന് വേണ്ടി പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉദാഹരണമായിട്ട് തോറയിലെ സന്ദർഭം എടുത്ത് പ്രയോഗിക്കുകയാണ് ചെയ്യുന്നത്. അവരെ കൊല്ലാൻ വേണ്ടിയുള്ള പ്രേരണയാണ് കൊടുക്കുന്നത്. അതായത് നിങ്ങൾ ഒരാളെ കൊന്നാൽ ഒരു സമുദായത്തെ മുഴുവൻ കൊന്നതിന് തുല്യമെന്നും ഒരാളെ രക്ഷിച്ചാൽ ഒരു സമുദായത്തെ മുഴുവൻ രക്ഷിച്ചതിന് തുല്യമെന്നും പറഞ്ഞു കൊടുത്തുകൊണ്ട് ഒരാളെ കൊല്ലാനുള്ള പ്രേരണയാണ് അവിടെ പഠിത്തം കൊടുക്കുന്നത്. അതെങ്ങനെ സന്ദർഭത്തിൽ നിന്ന് ഇതേപോലെ അടർത്തിയിട്ട് ഇങ്ങനെ സ്വന്തം കാര്യത്തിന് വേണ്ടി വളച്ചെടുക്കാൻ കുറച്ചൊക്കെ ഉൾപ്പ് വേണ്ടേ? ഇത്രക്ക് പച്ചക്ക് മാറ്റി പറ. ഓക്കെ, ഇത് വളരെ അപഹാസ്യമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം അവിടെ കൃത്യമായിട്ട് പറഞ്ഞ, അതായത് സൂറത്ത് മാഇദയിലെ 32-ാമത്തെ വചനം, നമ്മളെ വിഷയം അതല്ലായിരുന്നു. എന്നാൽ പോലും ആ വിഷയത്തിൽ അവിടെ തൊട്ടടുത്തുള്ള ആയത്ത് എന്താണ് എന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അയാൾ തൊട്ടടുത്തിലേക്ക് പോവല്ലേ എന്ന് പറഞ്ഞിട്ടാണ് അയാൾ തന്നെ ആ ആയത്തിന്റെ ഒന്നും അറിയാതെ ആ വിഷയം കൈകാര്യം ചെയ്യുന്നത്. അത് ഇയാളും ഈ പറഞ്ഞ ജാമിദ, അതേപോലെ ഈ പറഞ്ഞ രവിചന്ദ്രൻ, ഇവരൊക്കെ ഒരു സ്കൂളിലാണ് പഠിച്ചതെന്നുള്ളത് മനസ്സിലാക്കാൻ ഈ ഒരു തെളിവ് തന്നെ ധാരാളം തന്നെയാണ്. കാരണം ജാമിദയും ഇതേപോലെ തന്നെയാണ് പറയാറുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം ഈ വിഷയത്തിൽ നമ്മൾ കൃത്യമായിട്ട് തന്നെ ഈ ആയത്ത് മാത്രം വായിച്ചാൽ മതി. ഞാൻ അവിടെ പറഞ്ഞത് അതിന് സബബുൻ നുസൂൽ ഇല്ല എന്ന് ഞാൻ പറയാൻ കാരണം, ഓരോ ആയത്ത് ഇറങ്ങുമ്പോൾ അതിനൊരു ചില പശ്ചാത്തലങ്ങൾ ഉണ്ടാവുന്നു. കാരണം ഇപ്പം ആരെങ്കിലും ഒരാളെ ഇപ്പോൾ ഉദാഹരണത്തിന് മദ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ആണെങ്കിൽ മദ്യപാനം കൂടുതൽ കഴിഞ്ഞ ആ ഒരു സന്ദർഭത്തിൽ ആയത്തിറങ്ങുന്നു, മദ്യം പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആയത്തിറങ്ങുന്നു. അതേപോലെ തന്നെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആയത്തിറങ്ങുന്നു, യുദ്ധം എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട്. അതേപോലെ തന്നെ ഈ പറഞ്ഞ ആയത്ത് ആളുകളെ കൊല്ലരുത് എന്നുള്ള ആയത്താണിത്. അപ്പൊ അതിനൊരു സന്ദർഭം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സന്ദർഭം ആരാണ് പറയുന്നത്? അള്ളാഹു തന്നെ ഖുറാനിൽ തന്നെ പറയുന്നുണ്ട് ആ സന്ദർഭം. അത് നമുക്ക് അതിലേക്ക് വരാം. അതിന് മുമ്പേ ദിലീപ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വന്നിട്ട് നമുക്ക് ആ ആയത്തുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. ഓക്കെ, ഇത് ഇയാളുടെ ആ സംസാരം കേട്ടാല് നമുക്ക് അല്ലെങ്കിൽ തന്നെ ഇയാളെ ഒരു കോമാളി ടൈപ്പ് ആയിട്ടാണ് നമ്മൾ പണ്ട് പോലെ ഇയാളെ കണ്ടിരിക്കുന്നത്. ലിയാഖത്തിലിയായിട്ട് ചേർന്നിരിക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഇയാൾ കോമാളിയായിട്ടും അയാൾ സീരിയസ് ആയിട്ടും എന്താണ് പണ്ട് തോന്നിയിരുന്നത്. പിന്നെ ലിയാഖത്തിലെ ഓവർടേക്ക് ചെയ്ത് ഇയാൾ തങ്കി പാളത്തിൽ പോയപ്പോഴത്തേക്ക് വളരെ തീവ്രമായിട്ട് വർഗീയത പറയും, അങ്ങനെ കൂടുതൽ ഫേമസ് ആവുകയും ചെയ്ത ആളാണ്. പക്ഷെ ആ കോമാളിത്തരം പോയിട്ടില്ല. കോമാളി എന്ന് പറഞ്ഞ് വെറും കോമഡിയല്ല, ഈ കോമഡി വില്ലൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു കൺസെപ്റ്റ് ഉണ്ട്. കാരണം ഒരു ക്രൂരനായ വില്ലൻ അതൊരു സൈഡിൽ കാണും. ചില പടങ്ങളിൽ കോമഡി കളിച്ചുകൊണ്ട് തന്നെ വില്ലൻ ചെയ്യും. അതായത് സൈലന്റ് കില്ലർ എന്ന് ആ സ്വഭാവം കാണും, പക്ഷെ കോമഡിയും കാണിക്കും. ആ ടൈപ്പാണ് എനിക്ക് ഈ ആരിഫിനെ കുറിച്ച് കേൾക്കുമ്പോൾ പല അയാളുടെ സംസാരങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവും. ചില സമയത്ത് നമുക്ക് തോന്നുന്നത് കോമഡിയാണ്, പക്ഷെ അതിനകത്ത് പറയുന്നത് വെറും ആരും മനുഷ്യൻ പറയാത്തൊരു കാര്യമാണ്. ആ ആയത്ത് 5:32 എന്ന് പറയുന്നത് മനുഷ്യരെ കൊന്നുകൂടാ, ഒരാളെ കൊന്നു കഴിഞ്ഞാൽ മുഴുവൻ ആൾക്കാരെയും കൊന്നതുപോലെയാണ് എന്ന് പറയുന്ന ഒരു ആയത്തെടുത്ത് വെച്ചിട്ട് എല്ലാവരെയും കൊല്ലാനുള്ള ആയത്താണെന്ന് പറഞ്ഞാല് ഇത് ഇവൻ എന്ത് പറയാനാ? കോമഡി എന്ന് വിളിക്കോ അതോ വില്ലൻ എന്ന് വിളിക്കോ? അത്രയ്ക്ക് മോശമായിട്ടും വർഗീയവാദിയായിട്ടും എങ്ങനെയെങ്കിലും ഇസ്ലാമിനെ ഇതാക്കണമെന്നുള്ള തെറ്റിദ്ധരിപ്പിച്ച് എത്ര കള്ളം, കൊടും കള്ളം, ക്രൂരമായ കള്ളമാണിത്. പറഞ്ഞാലും നമുക്കത് ഇസ്ലാമിനെ ഇതാക്കണം എന്ന് പറഞ്ഞ് ചെയ്ത ഒരു കാര്യമാണിത്. ആ ആയത്തിൽ ക്ലിയർ ആയിട്ട് പറയുന്നു, ഒരാളിനെ കൊന്നതിന് പകരമോ, അതായത് ഒരു കൊലപാതകം ചെയ്ത് കഴിഞ്ഞാൽ അയാളെ ഗവൺമെന്റ് തിരിച്ച് വധശിക്ഷ തന്നെ കൊടുക്കണം. അതിന് കുറച്ച് 6 മാസം ജയിലിൽ വെച്ചിട്ട് പുറത്തു വിടാനൊന്നും പറ്റത്തില്ല. അതുപോലെ ഗവൺമെന്റ് എതിരായിട്ട് പ്രവർത്തിച്ചാൽ
അതിനും വധശിക്ഷ. അങ്ങനെ അല്ലാതെ ആ രണ്ട് കേസിലല്ലാതെ ഒരാളും ഒരാളെ കൊല്ലാൻ പാടില്ല. അങ്ങനെ കൊന്നു കഴിഞ്ഞാൽ എന്താണ്, മൊത്തം ജനങ്ങളെയും മൊത്തം മനുഷ്യ സമുദായത്തിനെയും കൊന്നതിന് തുല്യമാണ്. അതുപോലെ ഒരു മനുഷ്യ ജീവനെ രക്ഷിച്ചാൽ, നഫ്സ് എന്നാണ് ഇവിടെ വന്നേക്കുന്നത്, ഒരു മനുഷ്യ ജീവനെ രക്ഷിച്ചാൽ മൊത്തം ലോകത്തിനെയും, അത് മനുഷ്യ സമുദായം, ലോകം എന്ന് പറഞ്ഞാൽ മനുഷ്യ സമുദായം, ആദാം നബി മുതൽ ഇനി അവസാനം വരെ ജീവിച്ചു മരിക്കുന്ന ജനങ്ങളെയും മനുഷ്യരെയും രക്ഷിച്ചതിന് തുല്യമാണ് എന്ന് പറയുന്ന അത്ര നോബിളായ ഒരു ആയത്തിനെ കൊല്ലാൻ പ്രേരിപ്പിക്കുന്ന ആയത്തിന് അവന്റെ നാക്ക് വിളച്ച് പറയണമെങ്കിൽ ഇവനെ ഏത് ഏത് ഗണത്തിൽ ഇവനെ പെടുത്തണം ഒന്ന് ആലോചിച്ച് നോക്കാൻ. അത്രയ്ക്ക് തീവ്രമായ അവന്റെ മൈൻഡ് ഇതായിപ്പോയി, മാറിപ്പോയി. ഇസ്ലാമിൽ നിന്ന് വിട്ടുപോയപ്പോൾ എന്തോ വീട്ടിൽ കുഴപ്പം ഒക്കെ സംഭവിച്ചിട്ടാണ് അവൻ മതം വിടുന്നത്. മതം വിടാനൊക്കെ ഓരോ കാരണം കാണും. പക്ഷെ ഇവർ വന്നു കഴിയുമ്പോൾ ഞാൻ വലിയ ഇന്റലക്ച്വലായിട്ട് ഞാൻ തിങ്ക് ചെയ്ത് അങ്ങനെ വന്നയാന്ന് ഇവർ പിന്നെ മാറ്റിയെടുക്കും. വീട്ടിലെ പ്രശ്നങ്ങളും അടിച്ചോടിച്ചതൊക്കെ ആയിരിക്കും, കറക്റ്റായിട്ട് കുടുംബത്തെ നോക്കാതെ അങ്ങനെയൊക്കെ ചെയ്ത ആൾക്കാർ പിന്നീട് വന്ന് പറയുന്നത് ഞാൻ ഈ ആയത്ത് കേട്ട് ആ ആയത്തിൽ എനിക്ക് സംശയം വന്ന് അങ്ങനെയാണെന്നുള്ളത്. അപ്പൊ അങ്ങനെ വന്നവനാണെങ്കിൽ ഇങ്ങനെ പറയും, അവ വെറുപ്പ് ഫുള്ള് മനസ്സിൽ വെറുപ്പ് വെച്ചിട്ട് നേരെയുള്ള ഇവന്റെ വീഡിയോ മൊത്തം ഇതാണ്. ഈ വീഡിയോ മൊത്തം ഇവന്റെ എല്ലാ വീഡിയോകളും ഇതേ കണക്ക് തെറ്റിദ്ധരിപ്പിച്ച് ഇസ്ലാമിനെ എങ്ങനെ മോശമായിട്ട് ചെയ്യണോ ആ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ് ഇവന്റെ ഈ 5:32 കുറിച്ച് പറഞ്ഞത്. മനുഷ്യരെ കൊല്ലരുത് എന്ന് പറഞ്ഞ ആയത്തിനെ കൊല്ലാനുള്ള ആയത്താണ് എന്ന് പറഞ്ഞു കാണിച്ചത്. അതുപോലെ ഇതിനകത്ത് പറഞ്ഞ സമീർ പറഞ്ഞ ജാമിദ ടീച്ചർ പറയാറുണ്ട്, ജാമിദ ടീച്ചറും പറയാറുണ്ട്, ഇയാളും പറയുന്നുണ്ട് അതിനകത്ത്. ഇത് യഹൂദ ഇത് സന്ദർഭം നോക്കണം. അത് ഞാൻ കോമഡി പറയാം, കോമഡി വില്ലെന്നാന്ന് പറഞ്ഞു, വില്ലന്റെ സ്വഭാവം പറഞ്ഞു, കോമഡിയുടെ സ്വഭാവം പറയാം. സന്ദർഭത്തിൽ നിന്ന് നിങ്ങൾ അടർത്തി മാറ്റുന്നു. അപ്പൊ ഞാൻ ശരിക്കും ഇത് ചിരിക്കണോ അല്ലാതെ ഇത് ഇവർക്ക് പറയുന്നത് കേട്ട് വിഷമിക്കണോ എന്ന് അറിയാൻ പറ്റാതായിപ്പോയി. സാധാരണ പണ്ട് ദായികളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇസ്ലാം ദായികൾ നിങ്ങൾ കണ്ടെടുത്ത് വെച്ച് കൊല്ലുക എന്ന് ആയതുകൊണ്ട് നമ്മൾ ഇത് അങ്ങനെ അല്ലാതെ യുദ്ധത്തിലാണത്, ഒരു ഗവൺമെന്റ് ആണ്, യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്, നിങ്ങൾ സന്ദർഭത്തിൽ നടത്തി മാറ്റല്ലെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം ആരും ശരി ഇങ്ങോട്ട് ക്ലാസ് എടുക്കുകയാണ്, നിങ്ങൾ സന്ദർഭത്തിൽ അടർത്തി മാറ്റി പറയാൻ. ഇപ്പൊ എങ്ങനെ ഇവിടെ എത്രത്തോളം ആയെന്ന് നോക്കുക. ഇസ്ലാം വിമർശകർ ഇങ്ങോട്ട് പറയാണ് സന്ദർഭത്തിൽ മാറ്റില്ല. എന്തോ സന്ദർഭം ക്ലിയർ ആണ്. യഹൂദന്മാർക്ക് നിയമമുണ്ട്. യഹൂദത്തിൽ ഞാൻ പറഞ്ഞു, യഹൂദന്മാരുടെ തോറയിൽ ഈ നിയമം ഉണ്ട്. പക്ഷേ ജാമിദ ടീച്ചർ പറയുന്നത് എന്താ പറയുക, ഇത് യഹൂദന്മാർക്കുള്ള നിയമം നിങ്ങൾക്കല്ല എന്നുള്ളത്. അതല്ല എന്നുള്ളതിന് നിങ്ങൾ 5:27 മുതൽ വായിക്കണം, ഇതെന്താണ് പറഞ്ഞു വരുന്നത് എന്നുള്ളത്. 5:27 മുതൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ആദം നബി, ആദ്യ മനുഷ്യനായ ആദം നബിക്ക് 2 മക്കളുണ്ടായിരുന്നു. അതിൽ ഒരു മകൻ മറ്റൊരു മകനെ കൊല ചെയ്യും. അത് പാപമാണ്, ഫസ്റ്റ് കൊലയാണ്. ഇസ്ലാമിന്റെ നിയമം എന്താണെന്ന് വെച്ചാൽ ഒരാൾ ഒരു തിന്മ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് ബാക്കി ആരെങ്കിലും അത് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അത് കോപ്പി ചെയ്ത് ലോകാവസാനം വരെ ആരെല്ലാം തിന്മ ചെയ്യുന്നു അതെല്ലാം ആദ്യം ചെയ്ത് കാണിച്ചുകൊണ്ട് വന്ന് ചേരും. ആ അർത്ഥത്തിൽ പറഞ്ഞു വരുന്ന തുടക്കത്തിലെ ഈ 5:27 തുടങ്ങുന്നത് ശ്രദ്ധിക്കുക. നബിയോട് പറയും, നബിയെ നീ ആൾക്കാരോട് പറയുക, ജനങ്ങളോട് പറയുന്നത് നബിയുടെ ഉമ്മത്തിനോട്, നമ്മളെല്ലാം ഉള്ള അന്ന് മുതൽ ലോകാവസാനമുള്ള ആൾക്കാരോട് നീ പറയുക, ഈ സന്ദർഭം ഓർമ്മിപ്പിക്കുക അവരെ. അതായത് ഇങ്ങനെ അത് നബിയുടെ മകൻ പറഞ്ഞ സംഭവം, അത് ഷമീർ വായിക്കും. അതിനകത്ത് ഒരാളെ കൊന്നു, അതുമൂലം ഞാൻ എന്ത് ചെയ്തു, ഇസ്രായേലിനർക്ക് ഞാൻ നിയമം ഉണ്ടാക്കി, അങ്ങനെ കൊല്ലരുത്, അങ്ങനെ ഒരാളെ കൊന്നാൽ പോലും അത് മൊത്തം ലോകത്തിനെയും മനുഷ്യരെയും കൊല്ലുന്നതിന് തുല്യമാണ് എന്ന് ഞാൻ നിയമം അവർക്ക് പറഞ്ഞു. ഇത് നമുക്കും കൂടെ ബാധകമാണെന്നുള്ളതാണ് 5:27 തന്നെ പറയുന്നത്. ഇത് ഇസ്രായേലിൽ ഇറങ്ങിയതല്ലേ, ജാമിദ ടീച്ചർ ഒരു ഇന്റർവ്യൂ സമയത്ത് അല്ല ഒരു സ്റ്റേജിലിരുന്ന് ഇത് പറഞ്ഞത്, ഇത് യഹൂദന്മാർക്കുള്ളതാണ്, നമുക്കുള്ള നിയമമല്ല, ഇത് നമുക്കും കൂടെ ചേർന്ന നിയമമെന്നാണ് ആദ്യം വരെ പറഞ്ഞു വരുന്നത്. 5:27 മുതൽ പറഞ്ഞു വരുമ്പോൾ ഇത് നിങ്ങൾക്ക് നിന്റെ ഉമ്മത്തിനോട് പറയൂ, ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഇതുകൊണ്ടാണ് അവരാക്കിയെന്ന് പറഞ്ഞാൽ ഇത് ചെയ്യാൻ പാടില്ല എന്നാണ് നമുക്കുള്ള നിയമമാണെന്നുള്ളത് അതിനകത്ത് പറയുന്നുണ്ട് ക്ലിയർ ആയിട്ട്. അപ്പം ഇത്രയ്ക്കും പച്ചയായിട്ട് ഒരാളെ കൊന്നാൽ മൊത്ത ലോകത്തിനെയും കൊന്നതിന് തുല്യമാണ്. അതുപോലെ ഒരാളെ രക്ഷിച്ചാൽ മൊത്ത ലോകത്തിനെയും രക്ഷിച്ചാൽ, അതെന്തായാലും ആയത്തിനെ അവൻ വ്യാഖ്യാനിച്ചില്ല. അവൻ വ്യാഖ്യാനിച്ചിരുന്നെങ്കിൽ എന്താ ചെയ്യുന്നറിയാം, കണ്ടോ, ഒരാളെ രക്ഷിച്ചാൽ ആരെയും രക്ഷിക്കാൻ പാടില്ലെന്നാണ് ഇതിനകത്ത് ഖുർആൻ പറയുന്നതെന്ന് പറയും. ഒരുത്തനെ രക്ഷിക്കാൻ പാടില്ല എന്നാണ് ഖുർആൻ പറയുന്നത് എന്ന് വേണമെങ്കിൽ പറയും. അത്രയ്ക്ക് ക്രാക്ക് പിടിച്ച് നടക്കുകയാണ്. അപ്പൊ ഒരാളെ ജീവൻ രക്ഷിച്ചാൽ മൊത്ത ജനങ്ങൾ, അത് വെച്ചിട്ടാണ് ഇസ്ലാം മുസ്ലിങ്ങൾ ബ്ലഡ് ഡൊണേഷനും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇത് ഓർത്തിട്ടാണ്, ഒരാളെ രക്ഷിച്ചാൽ ലോകം മൊത്തത്തിൽ രക്ഷിക്കുന്ന തുല്യമാണ്. അനീതിക്ക് പോയി നമ്മൾ പോയി ഒരാളെയും കൊല്ലരുത്, അത് ഗവൺമെന്റ് ചെയ്യേണ്ടതാണ്. യുദ്ധത്തിൽ അത് ഓക്കെ പെർമിറ്റഡാണ്, അല്ലാത്ത സമയത്ത് നമുക്ക് നിയമം കയ്യിലെടുക്കാനുള്ള അനുവാദം ഇല്ല എന്ന് പറയുന്ന ഒരു ആയത്തിനെ വളച്ച് സന്ദർഭത്തിൽ നിന്ന് അടുത്ത് മാറ്റി നമ്മളടുത്ത് പറയാണ് ഷമീറിന്റെ അടുത്ത്. ഇയാള് സന്ദർഭം നോക്കിയില്ല, ഒന്നും നോക്കാതെ ആയത്തിനുള്ളതിനെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വക്രീകരിച്ച് പറഞ്ഞിട്ട് നമ്മളെ പറയാണ്. അപ്പം നോക്കുക ലോകത്തിന്റെ പോക്ക്. ഇസ്ലാം വിട്ടു കഴിഞ്ഞാൽ മനുഷ്യന്റെ ബ്രെയിൻ തിരിഞ്ഞ് പ്രവർത്തിക്കും എന്നുള്ളതിന്റെ ഒരു തെളിവുകളാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് ആയത്ത് വായിച്ച് കേൾക്കുമ്പോൾ ഈ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. ഷമീർ ഒന്ന് ആയത്ത് 5:27 വായിക്കും. ഓക്കെ, സൂറത്ത് മാഇദയിൽ 27 മുതലുള്ള വാചകം നമുക്ക് വായിച്ചു നോക്കാം. ആ സന്ദർഭമാണല്ലോ. നബിയെ, നീ അവർക്ക് ആദമിന്റെ രണ്ട് പുത്രന്മാരുടെ വൃത്താന്തം സത്യപ്രകാരം ഓതിപ്പേൽപ്പിച്ചു കൊടുക്കുക. അവർ ഇരുവരും ഓരോ ബലി അർപ്പിച്ച സന്ദർഭം. ഒരാളിൽ നിന്ന് ബലി സ്വീകരിക്കപ്പെട്ടു, മറ്റവനിൽ നിന്നും സ്വീകരിക്കപ്പെട്ടില്ല. മറ്റവൻ പറഞ്ഞു, ഞാൻ നിന്നെ കൊലപ്പെടുത്തുക തന്നെ ചെയ്യും. അവൻ, അതായത് ബലി
ശപിക്കപ്പെട്ടവൻ പറഞ്ഞു, ധർമ്മനിഷ്ഠയുള്ളവരിൽ നിന്ന് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. എന്നെ കൊല്ലുവാൻ വേണ്ടി നീ എന്റെ നേരെ കൈ നീട്ടിയാൽ തന്നെയും നിന്നെ കൊല്ലുവാൻ വേണ്ടി ഞാൻ നിന്റെ നേരെ കൈ നീട്ടുന്നതല്ല. തീർച്ചയായും ഞാൻ ലോകരക്ഷിതാവായ അള്ളാഹുവെ ഭയപ്പെടുന്നു. എന്റെ കുറ്റത്തിനും നിന്റെ കുറ്റത്തിനും നീ അർഹനായി തീരുവാനും അങ്ങനെ നീ നരകവാസികളുടെ കൂട്ടത്തിലായി തീരുവാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് അക്രമികൾക്കുള്ള പ്രതിഫലം. എന്നിട്ട് തന്റെ സഹോദരനെ കൊല്ലുവാൻ അവന്റെ മനസ്സ് അവന് പ്രേരണ നൽകി. അങ്ങനെ അവൻ കൊലപ്പെടുത്തി. അതിനാൽ അവൻ നഷ്ടക്കാരിൽ പെട്ടവനായി തീർന്നു. അപ്പോൾ തന്റെ സഹോദരന്റെ മൃതദേഹം മറവ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അവന് കാണിച്ചു കൊടുക്കുന്നതിനായി നിലത്ത് മാന്തി കുഴിയുണ്ടാക്കുന്ന ഒരു കാക്കയെ അള്ളാഹു അയച്ചു. അവൻ പറഞ്ഞു, എന്തൊരു കഷ്ടം! എന്റെ സഹോദരന്റെ മൃതദേഹം മറവ് ചെയ്യുന്ന കാര്യത്തിൽ ഈ കാക്കയെ പോലെ ആകാൻ പോലും എനിക്ക് കഴിയാതെ പോയല്ലോ. അങ്ങനെ അവൻ ഖേദക്കാരുടെ കൂട്ടത്തിലായി തീർന്നു. അക്കാരണത്താൽ, ഇനിയാണ് 32-ാമത്തെ വചനം. അപ്പൊ ഈ സംഭവമൊക്കെ പറഞ്ഞിട്ട് പറയാണ്, അക്കാരണത്താൽ ഇസ്രായേൽ സന്തതികൾക്ക് നാം ഇപ്രകാരം വിധി നൽകുകയുണ്ടായി. മറ്റൊരാളെ കൊന്നതിന് പകരമായോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന്റെ പേരിലോ അല്ലാതെ വല്ലവനും ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് മനുഷ്യരെ മുഴുവൻ കൊലപ്പെടുത്തിയതിന് തുല്യമാകുന്നു. ഒരാളുടെ ജീവൻ വല്ലവനും രക്ഷിച്ചാൽ അത് മനുഷ്യരുടെ മുഴുവൻ ജീവൻ രക്ഷിച്ചതിന് തുല്യമാകുന്നു. നമ്മുടെ ദൂതന്മാർ വ്യക്തമായ തെളിവുകളുമായി അവരുടെ അടുത്ത് ചെന്നിട്ടുമുണ്ട്. എന്നിട്ട് അതിനുശേഷം അവരിൽ ധാരാളം പേർ ഭൂമിയിൽ അക്രമം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഈ ആയത്തുകളിൽ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു ഒരു ചെറിയൊരു സന്ദർഭം കൂടി ഞാൻ പറയാം. അതായത് 29-ാമത്തെ ആയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ, എന്റെ കുറ്റത്തിനും നിന്റെ കുറ്റത്തിനും നീ അർഹനായി തീരുവാനും അങ്ങനെ നീ നരകാവകാശികളുടെ കൂട്ടത്തിലാകുവാനും കൂടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന്. അപ്പൊ ഈ കൊല ചെയ്യണം എന്ന് പ്രേരണ നൽകുകയാണെങ്കിൽ നരകാവകാശികളുടെ കൂട്ടത്തിൽ ആവുക എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാല് കൊല ചെയ്തു കഴിഞ്ഞ ആളോടാണ് പറയുന്നത്. ഇത് നീ എന്നെ കൊന്നാല് നീ നരകത്തിലാകും എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ എങ്ങനെയാണിത് പ്രേരണ ആവുക? അതൊന്ന്. പിന്നെ കുറെ പോയിന്റ് ഈ ആയത്തിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഈ വിഷയത്തിൽ ഇപ്പം നമ്മൾ അജ്മൽ എന്തെങ്കിലും ആഡ് ചെയ്തു നമുക്ക് കൂടുതൽ ദീർഘിപ്പിക്കണ്ടല്ലോ. ഓക്കെ, ഇതിനകത്ത് രണ്ട് വിഷയമാണ് പറയാനുള്ളത്. ഒന്നാമത്തേത്, ഇതിലെ ഒരു വലിയൊരു കള്ളത്തരം കാണിക്കുന്നുണ്ട്. അതായത് ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ, ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും, അതായത് മുസ്ലിംക്ക് എതിരായിട്ടുള്ള ഒരു വിഭാഗത്തെ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ആ സമൂഹത്തിനെ മുഴുവൻ കൊന്നത് ആയിട്ടാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ ശ്രമിക്കുന്നത്. പക്ഷെ അവിടെ ഖുർആന്റെ അധ്യാപനം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അന്നാസ് എന്നാണ് പറയുന്നത്, അത് മുഴുവൻ മനുഷ്യരെ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെയാണ് ഒന്നാമതായിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് രണ്ടാമതായിട്ട് മെയിൻ ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഖുർആനിലെ 28-ാമത്തെ ആയത്ത്. 28-ാമത്തെ ആയത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുസ്ലിമിന്റെ അല്ലെങ്കിൽ ഒരു മുഅ്മിനിന്റെ സ്വഭാവം എങ്ങനെയാണ് എന്നുള്ളത് അവിടെ ആ ആയത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താണ്? എന്നെ കൊല്ലുവാൻ വേണ്ടി നീ എന്റെ നേരെ കൈ നീട്ടിയാൽ തന്നെയും നിന്നെ കൊല്ലുവാൻ വേണ്ടി ഞാൻ എന്തില്ല, നിന്റെ നേരെ കൈ നീട്ടുകയില്ല. തീർച്ചയായും ഞാൻ ലോകരക്ഷിതാവായ അള്ളാഹുവെ ഭയപ്പെടുന്നു. അതായത് അള്ളാഹുവിനെ ഞാൻ ഭയപ്പെടുന്നു, അതുകൊണ്ട് എന്നെ നീ കൊല്ലാൻ നോക്കിയാലും അതായത് ഇവിടെ പറയുന്നത് എന്താണ്? നീ എന്നെ കൊല്ലാൻ നോക്കിയാലും ഞാൻ നിന്നെ കൊല്ലാൻ നോക്കില്ല. കാരണം എന്താ? ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു. അപ്പോ ഞാൻ കൊല്ലൂല. ഇത് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് മറ്റൊരാളെ കൊല്ലുകയില്ല എന്നുള്ളതാണ്. അതാണ് മുസ്ലിമിന്റെ നിലപാടെന്ന് നമുക്ക് 28-ാമത്തെ ആയത്തിൽ കിട്ടും. അതിനുശേഷമാണ് അതിൽ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെയാണെന്ന് പഠിപ്പിക്കുന്നതും ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഉണ്ടായിരുന്ന ഈ സാഹചര്യങ്ങളെല്ലാം വെറും ഇല്ലാത്തതുപോലെ ആക്കിയിട്ട് ഒരു വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിൽ എന്ത് ചെയ്താണ് അവിടെ പ്രസന്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതിന് ഖുർആന്റെ ആയത്തിന്റെ വാക്കുകളെ തിരിമറി ചെയ്തു, സന്ദർഭം വേറെ ഇല്ലാത്തൊരു സന്ദർഭം ഉണ്ടാക്കി, ആ യഥാർത്ഥ സന്ദർഭം മറച്ചു വെച്ചു. ഇങ്ങനെ ഈ ഒരു രീതിയിൽ, അതായത് ഇസ്ലാമുമായിട്ട് പുലബന്ധം പോലില്ലാത്ത രീതിയിൽ പറഞ്ഞിട്ട് മാത്രമേ ഇവർക്ക് ഈ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയത്തുള്ളൂ. ഇനി ഇവർ പറഞ്ഞ ഒരു വ്യാഖ്യാനമാണ് ശരിയെങ്കിൽ ലോകത്തുള്ള ഏതെങ്കിലും ഒരു തഫ്സീറിൽ ഇതേപോലെ കാണണം. അങ്ങനെ ഒരു തഫ്സീറെങ്കിലും ഇവർക്ക് കൊണ്ടുവരാൻ ഇവർക്ക് കഴിയില്ല എന്ന് മാത്രമല്ല, ഇത് ഇവർക്കെതിരാണ് ലോകത്തുള്ള എല്ലാ തഫ്സീറും എന്ന് നമ്മൾ മനസ്സിലാക്കാം. അതാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഓക്കെ, ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സംസാരം കഴിഞ്ഞ അപ്പൊ തന്നെ ഇയാൾ പറഞ്ഞ ഒരു ഡയലോഗ് കൂടി ഉണ്ട്. ഇയാൾക്ക് ഈ ആയത്ത് തന്നെ അറിയില്ല എന്നുള്ള, എവിടുന്നോ കേട്ട ഒരു ആയത്ത് ഇയാൾ വന്ന് സംസാരിച്ചാന്ന് എനിക്ക് മനസ്സിലായത്. കാരണം ഇത് കേട്ടാൽ എല്ലാവർക്കും മനസ്സിലാവും. ഒന്ന് ജസ്റ്റ് അതും കൂടി കേൾപ്പിക്കാം. ഇത്രക്ക് പച്ചക്ക് മാറ്റി പറയാന് നിങ്ങളെ കഴിച്ചിട്ട് ലിയാഖത്തിൽ ഇങ്ങനെ പച്ചക്ക് പറയില്ല. ഒന്നെടുക്ക് ആയത്ത് നമ്പർ ഞാൻ പറഞ്ഞുതരാം. എന്താ പറയാ ആയത്ത് നമ്പർ എത്ര? നിങ്ങൾ പറയും, നിങ്ങളിപ്പോ പറഞ്ഞോളൂ ആയത്ത് നമ്പർ എത്ര ആയിട്ട് ഞാൻ പറഞ്ഞത്. നിങ്ങളിപ്പോ പറയാ എങ്ങനെയാ പറയാ? അത് ആദ്യം നിങ്ങൾ ഉറപ്പിച്ച് പറയാൻ കഴിയാ? അതാ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ പറഞ്ഞത് അത് അങ്ങനെ അല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ആ നമ്പർ ഞാൻ വേണ്ട, എനിക്ക് ഉൾപ്പ് കാണുന്ന ഞാൻ കേട്ടോ. ആയത്ത് ഏതാന്ന് വെച്ചിട്ട് വരെ അറിയില്ല.
ആദ്യത്തെ നമ്പർ വെച്ചിട്ട് അറിയില്ല. നമ്മള് അതല്ല അത് മുസ്ലിം ഉളുപ്പ് ആരാടാ ചോദിക്കുന്നത്? ഉളുപ്പ് വേണോ നമ്മൾ അങ്ങോട്ട് ചോദിക്കേണ്ടത്? നമ്മളെ ചോദിക്കുന്നത് ഉളുപ്പ് വേണ്ടത് എല്ലാം എന്നിട്ട് മാറ്റി മറിച്ച്. ഈ ആയത്ത് പോലും അറിയാത്തവനാണ് അതിന്റെ സന്ദർഭം പറയണേ. എത്രത്തോളം ഉണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയ. ആയത്ത് വെച്ചിട്ട് അതറിയില്ല, നമ്മൾ എക്സ് മുസ്ലിമാണ്. എന്നാ പിന്നെ നമ്മൾ പറയുന്നല്ലേ കേൾക്കേണ്ടി. ഇവനെ ഒന്നും അറിയില്ലെങ്കിൽ നമ്മൾ പറയുന്നല്ലേ കേൾക്കേണ്ടി. അപ്പൊ എന്താ ചെയ്യാ, ഈ ചാതിയാണ് കോലം. പറയ്, വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണ്ടോ നമുക്ക് ഈ വിഷയത്തിൽ? അല്ലെങ്കിൽ ഇല്ല ക്ലിയർ ഷോർട്ട് വീഡിയോ ഷോർട്ട്. ഓക്കെ, എത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്. പോലെയുള്ള എമുക്കളായിട്ടുള്ള ആളുകൾ നാട്ടില് കുഴപ്പം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരെ കൊണ്ടുള്ള കുഴപ്പം. പറഞ്ഞാൽ ഈ പറഞ്ഞ മേലൊട്ടിട്ടുള്ള കുഴപ്പങ്ങളല്ല. ഇവർ ഈ ഫിത്തിന, സംസാരത്തിലൂടെ ഫിത്തിന ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾ ഈ വിഷയങ്ങളിലൊക്കെ കൈകാര്യം ചെയ്യുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ ഇതേ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും അത് കേൾക്കാം. എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് വീണ്ടും അടുത്ത പാർട്ടിലേക്ക് നമുക്ക് വേറെ ഒരു ദിവസം ഇൻഷാ അല്ലാഹ് പങ്കെടുക്കാം. എന്തായാലും നമ്മൾ നിർത്താണ്. വാഹിറ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി